ഹേ ഗൈസ്, 2024 ഒരു ഗെയിമിംഗ് പി സിയോ എഡിറ്റിംഗ് പി സിയോ ഒരു സ്ട്രീമിംഗ് പി സിയോ അല്ലെങ്കിൽ ഇനിയിപ്പം ഏത് തന്നെ നിങ്ങളൊരു വർക്കിന് തന്നെ നിങ്ങളൊരു പി സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സ് ആണ്. 5 സ്റ്റെപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞിരുന്നത്. സോ ഗൈസ്, നിങ്ങൾ ആൾറെഡി ഒരു പി സി വാങ്ങിച്ചു ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണണമെന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഒരു പി സി എടുക്കാൻ തയ്യാറായിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഈസ് പ്രശാന്ത് റാവു. ഗൈസ്, ആദ്യം തന്നെ ഡിഫൈൻ യുവർ പർപ്പസ്. അതായത് നിങ്ങളൊരു പി സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ എക്സാക്ട് പർപ്പസ്? ചില ആൾക്കാർ പി സി എടുക്കുന്നത് അവർക്ക് ഗെയിമിംഗ് പർപ്പസിന് വേണ്ടിയായിരിക്കാം. ചില ആൾക്കാർ ഗെയിമിംഗ് പി സി എന്ന് പറഞ്ഞിട്ട് എഡിറ്റിംഗ് പർപ്പസ് യൂസ് ചെയ്യുന്നവരുണ്ടാവും. ചില ആൾക്കാർ ജസ്റ്റ് സ്ട്രീമിംഗ് ആയിരിക്കും. ചില ആൾക്കാർ ഇതിലൊന്നും പെടത്തില്ല. ആക്ച്വലി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പി സി എടുക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ആക്ച്വലി നിങ്ങളുടെ പർപ്പസ് എന്താണ്? അത് മറ്റുള്ളവരോട് നിങ്ങൾ പറയുന്ന പർപ്പസ് അല്ല ആക്ച്വലി പറയേണ്ടത്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആ ഒരു പി സി എടുക്കുന്നതിലൂടെ കിട്ടേണ്ട ഔട്ട്കം? ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു പി സി ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ വേണം, ഏത് തരത്തിലുള്ള ഒരു പി സി ആണ് എനിക്ക് വേണ്ടത്. എൻ്റെ ബഡ്ജറ്റിന് മുമ്പ് തന്നെ പർപ്പസ് ഡിഫൈൻ ചെയ്തിരിക്കണം. ഏതൊക്കെ സോഫ്റ്റ്വെയർസ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഞാൻ അതിൽ പറയാതെ തന്നെ അറിയാം. ഈ ഗെയിംസ് ആണെങ്കിൽ ഇന്ന ഗെയിം കളിക്കാനാണ്, ഇനി സ്ട്രീമിംഗ് ആണെങ്കിൽ ഇത്ര FPS എനിക്ക് സ്ട്രീം ചെയ്യാനാണ്, ഇനി കോമ്പറ്റീറ്റീവ് ഗെയിമിങ്ങിനാണെങ്കിൽ കോമ്പറ്റീറ്റീവ് FPS ഇത്ര FPS എനിക്ക് കിട്ടണം. ഇതിനു വേണ്ടിയാണ് ഞാൻ പി സി എടുക്കുന്നത്. ഇനി എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഇത്ര വലിയൊരു 4K വീഡിയോ എനിക്ക് ഇത്ര ടൈമിനകത്ത് ഉള്ളിൽ എനിക്ക് എഡിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റണം. ഇനി 1080p ആണെങ്കിൽ അതേപോലെ തന്നെ 3D വിഷ്വലൈസേഷൻ വാക്ക് ത്രൂ ഒക്കെ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഓരോരുത്തരുടെയും പർപ്പസ് ഡിഫറെൻ്റ് ആയിരിക്കും. പർപ്പസ് ഡിഫൈൻ ചെയ്തിട്ട് രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, നിങ്ങളുടെ പർപ്പസ് ഡിഫൈൻഡ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കൺസൾട്ടേഷൻ എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ റിസർച്ച് നിങ്ങൾ നോക്കുക. ഓൺലൈനിൽ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും മറ്റുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ നമുക്ക് ഗൂഗിളിൽ ചാറ്റ് GPT എല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്പെക്കിനെ പറ്റിയും കമ്പ്യൂട്ടേഴ്സിനെ പറ്റിയും കൂടുതൽ നോളജ് ഇൻഫർമേഷൻ അറിയാൻ പറ്റും. ഇനി ചില ആൾക്കാർക്ക് ഇതൊക്കെ പറഞ്ഞാലും മനസ്സിലാവാത്ത കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ പറയുന്നു, ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു കൺസിഡറേഷൻ നിങ്ങൾ എപ്പോഴും മൈൻഡ് ഉണ്ടാവുക. പല ആൾക്കാരും ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെ ഷോപ്പുകൾ ഉണ്ടാവും. അവിടെ പോയിട്ട് എനിക്ക് ഇന്ന പർപ്പസ് ആണ് മീറ്റ് ചെയ്യേണ്ടത്, എനിക്ക് എന്താണ് നിങ്ങൾ ഓഫർ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അവർ തരുന്ന കൺസൾട്ടേഷൻ പ്രോപ്പർ ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പി സി ബിൽഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഇപ്പോൾ ഗീക്ക് ബോസിൽ നമ്മൾ കൺസൾട്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എക്സാക്ട് പർപ്പസ് മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ. പക്ഷേ മേജർലി നല്ലൊരു കൺസൾട്ടേഷൻ മസ്റ്റാണ്. അത് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എടുത്ത് ചാടി ഏതെങ്കിലും ഒരു പി സി ഓൺലൈനിൽ കുറച്ച് ഓഫർ കണ്ട് ആമസോണിൽ ഡിസ്കൗണ്ട് കണ്ട് എന്നൊക്കെ പറഞ്ഞ് ചാടി വാങ്ങിച്ചിട്ട് സെക്കൻഡ് ജനറേഷനും തേർഡ് ജനറേഷൻ ആക്ച്വലി എന്താ പറയുക, നമ്മുടെ പ്രീബിൾ പി സിയുടെ സ്കാം നടക്കുന്നുണ്ടെന്നുള്ളത് ഫ്ലിപ്കാർട്ട് ആമസോൺ വഴിയുള്ളത് നമ്മൾ ആൾറെഡി യൂട്യൂബിൽ ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേണമെന്നുള്ളവർ ചെന്ന് കാണുക, അപ്പം മനസ്സിലാവും എന്താ കാര്യം എന്നുള്ളത്. അപ്പം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അപ്പം കുറേ ചതിക്കുഴികൾ കൂടുതലുണ്ട്. അതായത് നല്ല ഡിസ്കൗണ്ടഡ് റേറ്റിന് നമുക്ക് വലിയൊരു സ്പെക്ക് കിട്ടുന്നത് ഫീൽ വരും. പക്ഷേ ബേസിക്കലി നിങ്ങളുടെ പർപ്പസ് മീറ്റ് ചെയ്യുമെന്നല്ല നിങ്ങൾ ഇവിടെ നോക്കുക. നിങ്ങളുടെ ബഡ്ജറ്റിൽ ഓക്കെ, ഈ ബഡ്ജറ്റിൽ ഇപ്പോൾ 70,000 രൂപയ്ക്ക് എനിക്ക് എൻ്റെ പർപ്പസ് മീറ്റ് ചെയ്യുന്ന സാധനം കിട്ടി, പക്ഷേ എനിക്ക് അതിനെക്കാട്ടിലും ബെറ്റർ സ്പെക്ക് റേറ്റ് കുറച്ച് എനിക്ക് ഇന്ന സൈറ്റിൽ കിട്ടുന്നുണ്ടല്ലോ എന്നൊരു തോട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ പോയി ട്രാപ്പിൽ പെട്ടിട്ട് പിന്നെ കൈയും കാലും ഇട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല. സോ ബിവെയർ, നിങ്ങൾ നല്ലൊരു പ്രോപ്പർ ടെക് കൺസൾട്ടേഷൻ എടുക്കുക. അതും ഫ്രീ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പെയ്ഡ് സർവീസ് ആണെങ്കിൽ പോലും നിങ്ങളത് എടുക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന പി സി ബിൽഡ്, നിങ്ങൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന പി സി ബിൽഡിൽ നല്ലൊരു എമൗണ്ട് കുറയ്ക്കാൻ. ഗൈസ്, മൂന്നാമത്തെ പോയിന്റ്, സെറ്റ് അപ്പ് എ ബഡ്ജറ്റ്. ആക്ച്വലി ഒരു പി സി ബിൽഡ് ചെയ്യുമ്പോൾ ആദ്യം എല്ലാവരും പറയുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ബഡ്ജറ്റ് ഉണ്ടോ എന്നിട്ട് നമുക്ക് പർപ്പസ് പറയാം എന്നല്ല. പർപ്പസ് ഡിഫൈൻ ചെയ്ത് നല്ലൊരു ടെക് കൺസൾട്ടേഷൻ അതിന് കിട്ടിയിട്ട് ആ പർപ്പസും ഓക്കെ, എൻ്റെ പർപ്പസ് ഇത്രയാണ്, എൻ്റെ ബഡ്ജറ്റ് ഇതാണ് എന്നുള്ളത് കൺസൾട്ടേഷനിലൂടെ നമുക്കത് കുറയ്ക്കണോ കൂട്ടണോ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതിൽ ട്യൂക്ക് ചെയ്യേണ്ടത്, ഏത് കോമ്പണൻറ്റ് മാറ്റിയാൽ നമുക്ക് ഈ ഒരു പർപ്പസ് മീറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് 250 FPS വേണം, പക്ഷേ എൻ്റെ പി സിയിൽ എനിക്ക് ഫുള്ള് ARGB ലൈറ്റിങ്ങും കുറച്ച് RGB ലൈറ്റും പിന്നെ ലിക്വിഡ് കൂളറിൽ ഡിസ്പ്ലേ ഒക്കെ ഉള്ളത് വേണം എന്ന് പറയുന്നതും എൻ്റെ 250 FPS
എന്ന് പറയുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ടത്. ഇതിനാണ് നിങ്ങൾ കൺസൾട്ടേഷൻ ഞാൻ എടുക്കാൻ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ 50,000 രൂപയുള്ളൂ, 250 FPS ആണ് എനിക്ക് വേണ്ടതെങ്കിൽ അവിടെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോമ്പണൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് 250 FPS സ്റ്റിൽ മേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ചെയ്യാതെ ബിൽഡിന് കുറച്ച് കാര്യങ്ങൾ, ക്യാബിനറ്റിൻ്റെതായ മോഡൽസിൽ വേരിയേഷൻസ് വരുമ്പോൾ PSUവിൻ്റെ വേരിയേഷൻ, പിന്നെ ഹാർഡ് ഡിസ്ക് അവോയ്ഡ് ചെയ്യുമ്പോൾ, അങ്ങനെ ഓരോന്നിനും ഓരോന്നാണ് ഫ്യൂച്ചർ പ്രൂഫായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്ഷൻസ് കൺസൾട്ടേഷനിലൂടെ മാത്രം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഡിഫൈൻ ചെയ്യുക, ബഡ്ജറ്റ് ഓവർ എക്സീഡ് ആവാതെ നിങ്ങൾ നോക്കുക. ഞാൻ ഇത് നിങ്ങളുടെ പറയുന്നത് വെച്ചാൽ ചില ആൾക്കാർ കൺസൾട്ടേഷൻ എടുത്ത് വരുമ്പോൾ ആക്ച്വലി അവരുടെ പർപ്പസിന് മീറ്റ് ചെയ്യുന്ന കാര്യം അല്ലാതെ തന്നെ ചില സെല്ലേഴ്സ്, ചില പെക്യൂലിയർ സെല്ലേഴ്സ് ഇപ്പോൾ പറയുകയാണ്, അതായത് ഈ ഒരു എക്സാമ്പിൾ, ഈ ഒരു സാധനം വാങ്ങിയിട്ട് ഇതിൻ്റെ കൂടെ സ്റ്റിയറിംഗ് വീലും കൂടെ എടുത്താൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഹെഡ്സെറ്റ് ആക്ച്വലി നിങ്ങൾക്ക് 4,000 രൂപയുടെ ഹെഡ്സെറ്റ് മതിയായിരിക്കും, നിങ്ങളെ കൊണ്ട് 15,000 രൂപയുടെ ഹെഡ്സെറ്റ് എടുക്കുക, സ്പീക്കേഴ്സ് എടുപ്പിക്കുക, അതായത് ഗെയിമിംഗ് ചെയർസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി വീഡിയോ ഇൻസ്റ്റയിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്, ഗെയിമിംഗ് ചെയർസിനെക്കാട്ടിലും ബെറ്റർ ഓപ്ഷൻസ് ഓഫീസ് ചെയർസ് ആണെന്നുള്ളത്. അപ്പോൾ സത്യസന്ധമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഓപ്ഷൻസ് നോക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയേഴ്സ് എടുക്കുമ്പോൾ 20,000 25,000 അവനത് വാങ്ങിച്ചല്ലോ, അപ്പോൾ എനിക്കത് വാങ്ങാമല്ലോ, അല്ലെങ്കിൽ ഇന്ന യൂട്യൂബർ പറഞ്ഞു ഇതാണ് ബെറ്റർ എന്ന്, അതുകൊണ്ട് ഞാനും അത് എടുത്താൽ മതി എന്നുള്ളതിലുപരി നിങ്ങൾ ബഡ്ജറ്റ് ഓവർ എക്സീഡ് ആവാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഒരിക്കലും അത് സെല്ലറിൻ്റെ കയ്യിൽ നിങ്ങളുടെ ബഡ്ജറ്റ് കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ബഡ്ജറ്റ് ഡിഫൈൻഡ് ആയിരിക്കണം. ബ്രോ എൻ്റെ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ, ഇതിന് മുകളിൽ എനിക്ക് 1 രൂപ പോലും എനിക്ക് എടുക്കാനായിട്ട് ഉണ്ടാവില്ല എന്നൊരു ധാരണ നിങ്ങൾ മൈൻഡിൽ വെച്ചില്ലെങ്കിൽ നല്ല രൂപ നിങ്ങളുടെ കയ്യിൽ നിന്നും പോക്കറ്റിൽ നിന്നും പോവും, പിന്നെ പോയ പൈസ തിരിച്ച് കിട്ടത്തുമില്ല. പ്ലസ് നിങ്ങൾ ഇത് ഇത്രയും മുടക്കിയിട്ട് കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മെന്റലി നിങ്ങൾ ഇത്ര ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുമായിരിക്കും. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഫിക്സ്ഡ് ആയിരിക്കുക, ബഡ്ജറ്റ് ഓവർ. ഗൈസ്, 4ാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ നെവർ ഓവർ സ്പെൻഡ് ഓൺ ലുക്സ്. അതായത് ഒരു PC എടുക്കുമ്പോൾ ഞാൻ കുറച്ച് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് പറയുന്നത്, 30,000 50,000 40,000 രൂപയ്ക്ക് ഒരു കോൺസോൾ എടുക്കാൻ ബഡ്ജറ്റ്, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് എടുക്കാൻ നിന്ന ആൾക്കാരാണ് PC എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ലുക്കിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ ഒരു ക്യാബിനറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 3-4 ARGB ഫാൻസ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഫീച്ചർ. നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് കിട്ടുന്ന ഫീച്ചറായിട്ട് നിങ്ങൾ കാണുക, അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കുക. അല്ലെങ്കിൽ അതിനെ നിങ്ങൾ ഞാനിപ്പോൾ 3,000 രൂപ മുടക്കിയപ്പോൾ എനിക്ക് ഇത്ര ഫീച്ചേഴ്സ് ഉള്ള ക്യാബിനറ്റ് കിട്ടി, അതിൽ സാറ്റിസ്ഫൈഡ് ആവാൻ നിങ്ങൾ ശ്രമിക്കുക. അല്ലാതെ എനിക്ക് 3,000 രൂപയ്ക്ക് വാങ്ങിച്ചപ്പോൾ ഇത്ര ഫാനേ കിട്ടിയുള്ളൂ, എനിക്കൊരു 8 ഫാന് വേണമായിരുന്നു എന്ന ധാരണയിൽ ഒരിക്കലും ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ചെന്ന് ചാടരുത്. പ്ലസ് RGB ലൈറ്റ്, പിന്നെ ഡിസ്പ്ലേയിൽ മറ്റേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗിഫ് ഫോട്ടോസ് ഇടുക, അതേപോലെ തന്നെ ട്യൂബിൽ സ്ലീപ്പ് ട്യൂബിൽ ലൈറ്റ്സ്, റാമിൽ ലൈറ്റ്. ആക്ച്വലി നിങ്ങൾക്ക് പെർഫോമൻസിൽ ഒരു ബെനിഫിറ്റ് ഇതുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു വീഡിയോ കാണുമ്പോഴേക്കും ഒന്ന് മനസ്സിലാക്കുക. കാരണം ഈ പറഞ്ഞ ലൈറ്റിംഗ് സാധനങ്ങൾക്ക് ലിയാൻലിയുടെ സ്ട്രിമ്മർ കേബിൾ ഇതൊക്കെ ഒരു ലുക്കിന് വാങ്ങാം എന്നുള്ളതല്ലാതെ പർപ്പസ് മീറ്റ് ചെയ്യോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇല്ല. കാരണം നിങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങളുടെ FPS ഇതൊന്നും കണക്റ്റഡ് പോലും അല്ല ഗൈസ്. അപ്പോൾ ഇതിനു വേണ്ടി 10,000 20,000 30,000 വേണ്ട 50,000 രൂപ വരെ ലുക്കിന് മാത്രം മുടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എല്ലാവരെയും ഞാൻ ഇത് പറയുന്നില്ല. ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും നിങ്ങൾ ലുക്സിന് വേണ്ടി പ്രാധാന്യം കൂടുതൽ കൊടുക്കാതിരിക്കുക. എന്നാൽ ഏസ്തെറ്റിക്കലി ഓക്കെ, നിങ്ങൾക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുമല്ലോ, എനിക്ക് എൻ്റെ ബഡ്ജറ്റ് ഇതാണ്, എനിക്ക് എന്നാൽ ഇത്ര വേണം എന്നുള്ളത് നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ കൺസൾട്ടേഷൻ ടൈമിൽ തന്നെ അത് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്തിട്ട് ഗൈസ്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഒരു PC ബിൽഡിൽ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത്. ഈ ഒരു ഇപ്പം പറയാൻ പോകുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ PC-യിൽ നല്ലൊരു ലുക്കുള്ള റാമും മദർ ബോർഡും ഈ പറഞ്ഞ വൈഫൈയും ബ്ലൂടൂത്ത് ചിലപ്പോൾ യൂസ് ചെയ്യത്തില്ല, LAN ആയിരിക്കും ഉപയോഗിക്കുക. പക്ഷേ വൈഫൈയും ബ്ലൂടൂത്ത് ഇരുന്നോട്ടെ, ഇനി ഫ്യൂച്ചറിലെല്ലാം വേണ്ടി വന്നാലോ എന്ന ധാരണയിൽ അതിന് 3,000 2,000 എക്സ്ട്രാ മുടക്കി ക്യാബിനറ്റിൽ ഈ ഒരു സൈഡ് ആ സൈഡ് എല്ലാ സൈഡും ഓപ്പൺ ആയിട്ടുള്ള, അതായത് ബഡ്ജറ്റ് റേഞ്ചിൽ ആ ക്യാബിനറ്റ്സ് ഉണ്ട്, പക്ഷേ ഓവറായിട്ട് സ്പെൻഡ് ചെയ്ത് ഹൈ എൻഡ് ആയിട്ടുള്ള ക്യാബിനറ്റ് മുടക്കിയതിന് ശേഷം മോണിറ്ററും എടുത്ത് എല്ലാം സെറ്റാണ് എന്ന് വിചാരിച്ചിട്ട് ലക്ഷങ്ങൾ, മേ ബി 1 ലക്ഷം 1.5 ലക്ഷം രൂപ 2-2.5 ലക്ഷം രൂപയോളം മുടക്കിയ ഒരു PC ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങൾ പെരിഫറൽസ് നോക്കുമ്പോൾ മെമ്പറിൻ കീബോർഡ്, ഒരു ഏറ്റവും കുറഞ്ഞ 500 രൂപയുടെ മൗസ്, അതേപോലെ 500-1000 രൂപയ്ക്ക് എത്തുന്ന ഹെഡ്സെറ്റ്, ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസിന് വളരെയധികം നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ട ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺസൾട്ടേഷനും ബഡ്ജറ്റും പർപ്പസും മീറ്റ് ചെയ്യേണ്ട പെരിഫറൽസും നിങ്ങൾ എടുക്കാൻ മറക്കരുത്. അതായത് ലുക്കിന് വേണ്ടി നിങ്ങൾ RGB കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പൈസ ചിലവാക്കുന്നതിന് പകരം അവിടെ നല്ലൊരു ഹെഡ്സെറ്റ്,
നല്ലൊരു ഹെഡ്സെറ്റ്, കംഫർട്ടബിൾ ആയിട്ട് നല്ലൊരു കപ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ഹെഡ്സെറ്റ്സ് 2500 തൊട്ട് നല്ലൊരു മോഡൽസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾ ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. അതേപോലെ ഒരു മെക്കാനിക്കൽ കീബോർഡ്, ഒരു ഗെയിമറോ കോണ്ടന്റ് ക്രിയേറ്ററോ ഹൂഎവർ, ഒരു മെക്കാനിക്കൽ കീബോർഡ് ഇന്ന് 2024 ടൈമിൽ മെക്കാനിക്കൽ കീബോർഡ് ഇല്ലാത്ത ഒരു ഗെയിമിംഗ് പി സിയുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ലാപ്ടോപ്പും പി സിനെയും ഏറ്റവും കൂടുതൽ വേറിട്ട് നിൽക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം ഈ മെക്കാനിക്കൽ കീബോർഡും ഒരു സെപ്പറേറ്റ് മൗസും ആണ്. കാരണം ട്രാക്ക് പാഡിലും ഈ പറഞ്ഞ മെംബ്രെയിൻ കീബോർഡിലും ഉപയോഗിച്ച് ആൾക്കാർ മടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പി സി ഉപയോഗിക്കുമ്പോൾ മസ്റ്റായിട്ട് ഒരു മെക്കാനിക്കൽ കീബോർഡ് 1500 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഗൈസ്. നിങ്ങൾ 3000-4000 രൂപയൊക്കെ ആകുമെന്നുള്ള പ്രതീക്ഷയിൽ ചെന്ന് വാങ്ങുമ്പോഴാണ് ഒരുപക്ഷെ ഓവർ സ്പെൻഡ് ആവുന്നത്. 1500 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉള്ള മോഡൽസ് ഉണ്ട്. അത് ഗിഗ് ബോസിൽ വിളിച്ചാൽ നിങ്ങൾക്ക് റേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം എടുത്താൽ മതി. ആ മെക്കാനിക്കൽ കീബോർഡ് ഒരെണ്ണം മസ്റ്റായിട്ട് കീബോർഡിന് വരെ വെക്കുക. അത് മെംബ്രെയിൻ പരമാവധി നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. മെംബ്രെയിൻ ഫ്യൂച്ചറിൽ കംപ്ലയിൻസും കൂടുതലാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉറുമ്പ് വല്ലതും കയറി കഴിഞ്ഞാൽ തീർന്നു കീബോർഡിൻ്റെ കാര്യം. ഇത് കളയാമെന്നല്ലാതെ വാറണ്ടി പോലും റിപ്ലേസ്മെൻറ്റ് കിട്ടത്തില്ല. മെക്കാനിക്കൽ കീബോർഡ് അങ്ങനെയല്ല, കുറേ കൂടെ സ്ട്രോങ്ങർ ആണ്, ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ആ ഫീല് ഒരു എന്താ പറയുക, ഒരു നല്ലൊരു നമ്മൾ കണക്ഷൻ, പി സി ആയിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് മെക്കാനിക്കൽ കീബോർഡിലൂടെ കിട്ടും. അതേപോലെ തന്നെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മൗസ്, കൂടുതൽ സ്പെൻഡ് ഒന്നും ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ലോജിടെക്കിൻ്റെ G203 പോലത്തെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള 1000-1500 രൂപയ്ക്കകത്തേ ഉള്ളൂ മാർക്കറ്റ് വില. ആ ഒരു റേഞ്ചിലുള്ള മൗസ് എങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കണം. അത് ഒരു പി സിയുടെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ലക്ഷങ്ങൾ മുടക്കുന്നതിന് 50,000 രൂപ പി സി ആയിരിക്കും ഉപയോഗിക്കുക. പക്ഷേ ഈ 50,000 രൂപ പി സി ഉപയോഗിക്കുമ്പോഴും കിട്ടുന്ന ഫീൽ എന്ന് പറയുന്നത് ലക്ഷങ്ങൾ മുടക്കിയാൽ കിട്ടുന്ന ഫീലാണ് ഈ കീബോർഡ് മൗസും മാറ്റുമ്പോൾ തന്നെ. അതേപോലെ ഒരു ഡീസന്റ് ഹെഡ്സെറ്റ് കേട്ടോ. ഈ 3 കാര്യങ്ങൾ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ സ്കിപ്പ് ഗൈസ്. അപ്പോൾ ഈ പറഞ്ഞ 5 പോയിന്റ്സ് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മേ ബി ലക്ഷങ്ങൾ വരെ, ആയിരങ്ങളും ലക്ഷങ്ങളും വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തീർച്ചയാണ്. ഇത് ഞാൻ ഏതൊരു കൺസൾട്ടേഷൻ ടൈമിലും ഞാൻ പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ അനാവശ്യ കാര്യങ്ങളിൽ പൈസ മുടക്കാതിരിക്കുക. നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഓക്കെ ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൊള്ളായിരിക്കും. നിങ്ങൾ ബഡ്ജറ്റ് ഒരെണ്ണം സെറ്റ് ചെയ്ത് അതിൽ ഓക്കെ 50,000 ബഡ്ജറ്റ് ഉണ്ട്, 48,000 രൂപയായി, ഇനി 2,000 രൂപയും കൂടെ വേണമെങ്കിൽ ചിലവാക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലുക്സിന് പ്രാധാന്യം കൊടുത്ത് അഡീഷണൽ ആയിട്ട് ലുക്കിന് പറ്റുന്ന റാമുകളോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും മാച്ച് ചെയ്യാൻ പറ്റുന്ന ഗാഡ്ജറ്റ്സുകളോ വേണമെങ്കിൽ വാങ്ങാവുന്നതാണ്. പിന്നെ അല്ലാതെ വെറുതെ കൊണ്ടുപോയി പൈസ കൊണ്ട് കളയരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും പി സി ഒക്കെ എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡു ഷെയർ ആൻഡ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. പുതിയ അപ്ഡേറ്റഡ് ന്യൂസ്, പുതിയ ടെക് അപ്ഡേറ്റ്സുകളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിക്കുന്നതായിരിക്കും. സോ ഗൈസ്, അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും പ്രശാന്ത് ആവി.